ഓരോ വാക്കിലും അവരെന്തിന് പറഞ്ഞു എന്ന് ആലോചിക്കുന്ന രീതിയിൽ എന്തായാലും ഞങ്ങൾ ആക്ഷന് പുറകെ പോകും. കാരണം പറയുമ്പോൾ സൂക്ഷിച്ച് പറയാം. തോന്നിയവാസം പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്, ആരും ഒന്നും ചെയ്യില്ല, ആരും ഒന്നും റിയാക്ട് ചെയ്യത്തില്ല, എവിടെ പോയി പറയാൻ, യൂട്യൂബിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പം അവര് പൊടിയും തട്ടിപ്പോവും. അങ്ങനെയൊന്നും അല്ല. ഇതിനൊക്കെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഡിഫമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് തന്നെ ഉണ്ട് നമുക്ക് ലോയില്. ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമതൊരാൾ അറിയെ അത് പബ്ലിഷ് ചെയ്യുകയോ പ്രിന്റ് ചെയ്യുകയോ ഏതെങ്കിലും ഫോമിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫമേഷൻ പറഞ്ഞു. നേരത്തെ IPC 499 ആയിരുന്നു, ഇപ്പൊ BNS-ലും എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഒരു ഒഫൻസ് ആണ്, അത് സൈബർ ഒഫൻസ് ആണ് ഇത്. അപ്പൊ എന്തായാലും സൈബർ സെക്യൂരിറ്റി സൈബർ ലോസും അതിന്റെ കൂടെ ഈ ഡിഫമേഷന്റെ ലോയും കൂടെ വരും. നിയമം അറിയാത്ത ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. എന്റെ അടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു. ഇനിയിപ്പോ കളിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഞങ്ങളെ കളി തുടങ്ങട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ. അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം ആർക്കൊക്കെ ചെയ്യാന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിരെ ഉണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ്. ചെയ്തു എന്നുള്ള ആൾക്കാർ അറിയുക, ഇതാണ് ഇഷ്യൂ. കാരണം ഇത് ഡിഫമേഷൻ ആണ്. സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കോട്ടം തട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന, അത് ഇൻ പ്രിന്റോ പബ്ലിഷ്ഡോ ഓൺലൈനോ ആയിക്കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആവും. നിങ്ങളധികം കേട്ടിട്ടുള്ള ഒരു കപ്പിൾസ് ആയിരിക്കും ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ വിദ്യ ശ്രീധർ. ഇവരെ പറ്റി കുറേയധികം ന്യൂസും ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ രണ്ടാം വിവാഹം കഴിച്ചത്, അത് കുറേ പ്രായം കഴിഞ്ഞിട്ടാണ് രണ്ടാം വിവാഹം കഴിച്ചതും. ഇവരെല്ലാം സീരിയലിൽ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന 2 സ്റ്റാർസാണ്. എല്ലാവരും എന്താ പറയുക, ഈ ഒരു ന്യൂസ് ഇവർ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ആ ഒരു പ്രായത്തിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ആദ്യമേയൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു ചർച്ച കൂടാൻ കാരണം തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ വളരെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറൊക്കെ ആയിരുന്നു. അങ്ങനെ നല്ല രീതിയിലാണ് അവരെ കല്യാണം കഴിഞ്ഞതൊക്കെ. പക്ഷേ അതിനുശേഷം കുറേയധികം മീഡിയാസ് വേണ്ടാത്ത രീതിയിലൊക്കെ ക്യാപ്ഷനൊക്കെ ഇട്ട് എന്ത് ചെയ്തു, യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. അതിൽ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇവർ ഡിവോഴ്സായി, അതുപോലെ തന്നെ പണത്തെ മോഹിച്ചാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വീഡിയോ കുറേയധികം പ്രാവശ്യം ഉണ്ടെങ്കിൽ യൂട്യൂബ് ഒരു ചാനലുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ഇവർ പറഞ്ഞെങ്കിൽ പോലും അതൊന്നും മാറ്റാനോ ഒന്നും തന്നെ നേരെയായിട്ടില്ല. അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും അവരെന്ത് ചെയ്യുന്നില്ല, അത് മാറ്റിയതോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. ഇതാണ് ഇപ്പോൾ ഇവരെന്ത് ചെയ്തു, ലീഗലി ഇത് മൂവ് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ലീഗലായിട്ട് പോകാനുള്ള ഇതിലേക്ക് എത്തിച്ചത്. ഇവർ അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യമേ കണ്ട ഒരു ക്ലിപ്പിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു വക്കീലാണ്. സോ അതുകൊണ്ട് തന്നെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെ അതെല്ലാം മൂവ് ചെയ്യിക്കണമെന്നുള്ള കാര്യങ്ങൾ, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കെതിരെ എങ്ങനെ കേസ് എടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തമ്മിലൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പം വളച്ചൊടിക്കുന്ന രീതിയിലൊക്കെ ചിലവരൊക്കെ ഇടുന്നതും എല്ലാം ഉണ്ട്. അതെല്ലാം നോർമൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരാൾ പറഞ്ഞതിന് ശേഷം, ആ ഒരു ബാധിക്കപ്പെടുന്നവർ പറഞ്ഞതിന് ശേഷം പിന്നെ അത് തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അവരവരുടെ ഫീലിങ്സിനെ മാനിക്കണം. ഇപ്പോൾ അവർക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടുന്നത് താല്പര്യം, ഇങ്ങനെ ഇടുന്നത് തന്നെ ആദ്യമേ ശരിയല്ല. ബട്ട് അങ്ങനെ ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ പറയുവാണ് ഇത് കണക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതവിടെ നിർത്തണം, അല്ലാതെ പിന്നെ തുടർന്ന് പോവുകയല്ല ചെയ്യേണ്ടത്.